അങ്ങനെ ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് ബൈക്ക് മാനുഫാക്ചർ ആയിട്ടുള്ള റിവോൾട്ട് മോട്ടോഴ്സ് ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റിവോൾട്ട് RV1 ആൻഡ് RV1+. തുടക്കത്തിൽ വെറും 25 ഡീലർഷിപ്പോടുകൂടി തുടങ്ങിയ റിവോൾട്ടിന് ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 119ഓളം ഡീലർഷിപ്സ് ഉണ്ട്. അത് വരും വർഷങ്ങളിലേക്ക് കൂട്ടി ഇന്ത്യയുടെ ടയർ 3 സിറ്റീസിൽ വരെ ഷോറൂംസ് തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ എയിം എന്നാണ് ഈ ഒരു ലോഞ്ചിൽ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യാൻ മെയിൻ കാരണം അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായിട്ടുള്ള റിവോൾട്ടിൻ്റെ RV400 എന്നുള്ളൊരു മോഡലിൻ്റെ ജനപ്രീതി തന്നെയാണ്. കാരണം ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് 2 വീലേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡാണ് റിവോൾട്ട് എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടും അവരുടെ സർവീസ് കൊണ്ടും ഒക്കെ തന്നെ ഒരുപാട് ഇലക്ട്രിക് ബൈക്കുകൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് എന്നുള്ളതാണ് ഈ കാണുന്ന ഒരു ഇലക്ട്രിക് കമ്മ്യൂട്ടർ ബൈക്കിനെ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിൽ നമുക്ക് ഇലക്ട്രിക് ബൈക്സ് എന്ന് പറയുന്നത് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. മേ ബി ഈ ഒരു വാഹനമായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് RV1, RV1+ എന്നിങ്ങനെ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു കമ്മ്യൂട്ടർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ റിവോൾട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലുള്ള വ്യത്യാസമാണ്. 2.2 ആൻഡ് 3.24 kWh ബാറ്ററി പാക്സിലാണ് റിവോൾട്ട് RV1ഉം റിവോൾട്ട് RV1+ഉം വരുന്നത്. സോ ഈ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് റിവോൾട്ട് RV1+ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് 3.24 kWh ഒരു ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു ബാറ്ററി പാക്ക് ഉപയോഗിച്ചുകൊണ്ട് 160 കിലോമീറ്റർ എന്നുള്ള ഒരു റേഞ്ചാണ് ഈ ഒരു വാഹനം തരുന്നത്. അതേപോലെ തന്നെ 75 കിലോമീറ്ററാണ് ഈ രണ്ട് മോഡൽസിൻ്റെയും ടോപ്പ് സ്പീഡായിട്ടും വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇതിൽ തന്നെ ഒരു ഫാസ്റ്റ് ചാർജറും അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാറ്ററി പാക്കുകളെ വെറും 1.5 hours കൊണ്ട് നമുക്ക് 0 to 100% ഫുൾ ചാർജ് ആക്കി എടുക്കാം എന്നാണ് റിവോൾട്ട് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ പറയുന്ന വാദങ്ങളൊക്കെ തന്നെ എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് വാഹനം ഓടിച്ചു നോക്കാൻ കിട്ടിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു ലോങ് ടൈം റിവ്യൂവിന് നമ്മുടെ കിട്ടിയാൽ മാത്രമേ അത് എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങളോട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ബട്ട് ഇൻ ടേംസ് ഓഫ് സ്പെക് ഈ ഒരു പ്രൈസോട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിൻ്റെ ഡിസൈനിലേക്ക് വരാം. സോ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ടിപ്പിക്കൽ കൺവെൻഷണൽ കമ്പ്യൂട്ടർ ഡിസൈനിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് വിത്ത് DRL വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു നൈസ് ആൻഡ് ഷോർട്ട് വിൻഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ സ്കിന്നി ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സ്റ്റൈലിഷ് ഡിസൈനുള്ള ഒരു മഡ് ഗാർഡ് വരുന്നുണ്ട്. അതിൽ തന്നെ ടയർ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറാണ്. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസുമാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. 90/18 17 ഇഞ്ചാണ് ഈ ഒരു ടയറിൻ്റെ സൈസ് വരുന്നത്. ബാക്കിൽ നമുക്ക് 110 സെക്ഷൻ്റെ ഒരു ട്യൂബ്ലെസ് ടയറും കൂടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ചെയിൻ ഡ്രിവൺ ആണ് എന്നുള്ളതാണ്. അതായത് സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് ബെൽറ്റ് ഡ്രിവണോ അല്ലെന്നുണ്ടെങ്കിൽ ഹബ് മോട്ടോർ ഡ്രിവണോ ആയിട്ടുള്ള വാഹനങ്ങളാണ് വരാറുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ ചെയിൻ ഡ്രിവൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെയിനുള്ള കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. നോർമൽ ചെയിൻ നമ്മൾ എന്തൊക്കെ മെയിൻറ്റെയിൻസ് ആണ്, ക്ലീനിങ്, ലൂബിങ് പോലെയുള്ള കാര്യങ്ങൾ മാത്രം ഇതിനും ചെയ്തു കൊടുത്താൽ മതിയാവും. ഒരു നോർമൽ കമ്പ്യൂട്ടർ ബൈക്ക് ഓടുന്ന പോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് കമ്പ്യൂട്ടർ ബൈക്കും ഓടും. ഇനി ഈ ഒരു മിഡിൽ സെക്ഷനേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ലോങ് ആൻഡ് വൈഡ് പാസഞ്ചർ സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നമ്മുടെ കമ്പ്യൂട്ടർ ബൈക്സൊക്കെ വരുന്ന പോലെയുള്ള ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. നല്ല കുഷനിങ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് 2 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്കിൽ നമുക്കൊരു ഗ്രാബ് റെയിലും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരിയറും ഇതിന് വന്നിട്ടുണ്ട്. സോ ലോഡ് ക്യാരിങ് കാപ്പബിലിറ്റി ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി മീറ്റർ കൺസോളിലേക്ക് വരുന്നതാണെങ്കിൽ ഒരു 6 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാറ്ററിയുടെ എന്തോരം ചാർജ് ബാക്കിയുണ്ടെന്നുള്ളത് കാണിച്ചു തരും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ സ്പീഡോമീറ്റർ. ഇക്കോ, സിറ്റി, സ്പോർട്ട് എന്നിങ്ങനെ 3 റൈഡിംഗ് മോഡ്സിൽ വരുന്നുണ്ട്. പ്ലസ് ഒരു റിവേഴ്സ് മോഡ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു ഇലക്ട്രിക് കമ്പ്യൂട്ടർ ബൈക്കിൽ റിവേഴ്സ് മോഡ് കൊടുക്കുന്നത്. സോ പാർക്കിങ്ങിലൊക്കെ തന്നെ ഈ വണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് അറൗണ്ട് ചെയ്യാനായിട്ട് കുറേ കൂടെ എളുപ്പമാണ്. എഞ്ചിൻ കിൽ സ്വിച്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഇല്ല, ബട്ട് മോട്ടോർ കിൽ സ്വിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇതാണ് ഇതിൻ്റെ ഹോണ്. ഇത് മോഡ് സെലക്ഷൻ ബട്ടൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ ഹൈ ബീം, ലോ ബീം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്, ഹോൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ച് കേസായിട്ട് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ലിവേഴ്സും ഹാൻഡിൽ ബാറും ഒക്കെ തന്നെയാണ് കമ്പ്യൂട്ടർ ബൈക്സിലൊക്കെ തന്നെ വരുന്ന പോലെയുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല റീച്ച് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന പാസഞ്ചറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വാഹനത്തിൽ പിടിച്ചിരിക്കാൻ സാധിക്കുന്നതാണ്.
മീറ്റർ കൺസോളും ഒരു കമ്പ്യൂട്ടർ വാഹനത്തെ സംബന്ധിച്ച് നോക്കുന്നതിന് അനുസരിച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കീ സെറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടാങ്ക് ഏരിയയിലാണ് വരുന്നത്. ഇതിന് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡബിൾ സൈഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. നോർമൽ സ്പ്രിംഗ് സപ്പോർട്ട് കൂടിയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അതിൽ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും ബാക്കിൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് സിംഗിൾ പിസ്റ്റൺ ആക്ച്വൽ കാലിപ്പറും കാണാൻ സാധിക്കുന്നതാണ്. ബാക്കിൽ ആ ഒരു ടെയിൽ ലാമ്പ് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഡിസൈനൊക്കെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യും. വളരെ സ്കിന്നി ആയിട്ടുള്ള ഒരു സ്വിംഗ് ആം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. മൊത്തത്തിലുള്ള ഈ ഒരു ഏരിയയിലെ സ്റ്റൈലിംഗ് ഒക്കെ തന്നെ നമുക്ക് RV400 അസംബിൾ ചെയ്യുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. റിവോൾട്ടിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, RV1+ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. നോർമൽ RV മോഡലിൽ ഈ RV1 എന്നുള്ള ബാഡ്ജിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓൾറെഡി ഉള്ള റിവോൾട്ട് മോഡൽസിലൊക്കെ തന്നെയുള്ള പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആക്ച്വലി മൗണ്ട് ആയിട്ടുള്ള കാലിപ്പേഴ്സും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. സോ ഒരു നോർമൽ ഒരു സിംഗിൾ ബാർ ക്രാഷ് ഗാർഡാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അറ്റത്ത് ഒരു റബ്ബർ ബുഷും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാലോ ഒന്നും നമുക്കിവിടെ തട്ടിയിട്ട് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകില്ല. പ്ലസ് വാഹനത്തിന് ഒരു പ്രൊട്ടക്ഷനും കൂടെ ഇതിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രൈസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു RV1+ മോഡലിന് ഏകദേശം 99,990 രൂപയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രോഡക്ടറി ലോഞ്ച് പ്രൈസാണ്. എന്നാൽ അതിലും നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് അഥവാ RV1 മോഡലിൻ്റെ പ്രൈസാണ്. RV1 മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 84,990 രൂപയാണ്. അതായത് 85,000 രൂപ എക്സ്ഷോറൂം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് കമ്മ്യൂട്ടർ ബൈക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഓൾറെഡി റിവോൾട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ഇറക്കിയതാണ്, അവരുടെ RV400 എന്നുള്ള മോട്ടോർ സൈക്കിൾസ്. സോ ഇപ്പോൾ ഒരു പുതിയ കമ്മ്യൂട്ടർ സീരീസും കൊണ്ട് അവർ വന്നിരിക്കുകയാണ്. സോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അക്സെപ്റ്റൻസ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റി തോന്നുന്നത്, ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബൈക്കാണിത്. തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂംസിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് ടെസ്റ്റ് റൈഡ് നോക്കുക, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫീൽ എന്നുള്ളത് നോക്കുക. ഈ ഒരു പ്രൈസിന് പുറത്താണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്നിട്ടൊന്ന് ഈ ഒരു വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുമ്പോൾ ഇറ്റ്സ് മീ.